കോഴിക്കോട് നഗരത്തിൽ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയാണ് വരുന്നത്. 4 പേരെ ചേവായൂർ പോലീസ് എത്തി സംഭവ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെത്തിയിട്ടുണ്ട്. കാസർഗോഡ് സ്വദേശിയാണ് ഇവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദഗോപാൽ, കോഴിക്കോട് നഗരത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമം എന്ന് പറയുന്നു. എന്തിനാണ് ഈ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം എന്നുള്ളതിൽ വ്യക്തതയുണ്ടോ? ഈ പരാതിക്കാരൻ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? നിലവിൽ ആരൊക്കെ പിടിയിലായിട്ടുണ്ട്? വിവരങ്ങൾ എന്താണ് പോലീസ് നൽകുന്നത്? ഇന്നലെ രാത്രിയാണ് കൺട്രോൾ റൂമിൽ ഇങ്ങനെ ഒരു കാറിൽ ഒരു യുവാവിനെ 4 സംഘം തട്ടിക്കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത്. ഉടൻ തന്നെ ഇത് ട്രാക്ക് ചെയ്ത പോലീസ് ഈ കാറ് പിടികൂടുകയായിരുന്നു. ഇതിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ആളെയും ഒപ്പം തന്നെ പ്രതികളായ 4 പേരെയും പിടികൂടിയിട്ടുണ്ട്. ഈ 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന വ്യക്തിക്ക് മുഖത്തുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പോലീസ് പറയുന്നത് പണമിടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നുള്ളതാണ്. ഈ വ്യക്തി കാസർഗോഡ് സ്വദേശിയാണ്, പക്ഷേ കാലങ്ങളായി കോഴിക്കോടാണ് താമസം. ഒപ്പം തന്നെ കസ്റ്റഡിയിലുള്ളവരും കോഴിക്കോട് നഗരത്തിൽ തന്നെ താമസിക്കുന്നവരാണ്. പക്ഷേ പോലീസ് ഇവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വ്യക്തി, പരിക്കേറ്റ വ്യക്തി ഈ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. തനിക്ക് പരാതി ഇല്ല എന്നുള്ളതാണ് ഇയാൾ ഇപ്പോൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ആശുപത്രിയിൽ നിന്നും ചികിത്സ കഴിഞ്ഞ ശേഷം ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടുവരും, മൊഴിയെടുക്കും. ഈ മൊഴിയെടുത്തതിന് ശേഷം ഇയാൾ പരാതി നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി.